നമസ്കാരം. നിയമ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പ്രവാസികളെ കുഴിയിൽ ചാടിക്കുന്നത്. വിസ ചട്ടലംഘനം, ബാധ്യതകൾ, പണമിടപാടുകൾ, ക്രിമിനൽ നടപടികൾ എന്നിവയെക്കുറിച്ച് ഭൂരിഭാഗം പ്രവാസികളും അജ്ഞരാണ്. ഇതാണ് അറിയാതെ കേസുകളുടെ ഊരാക്കുടുക്കിൽ അവരെ കൊണ്ടെത്തിക്കുന്നത്. നിയമസഹായ ഏജൻസികൾ കൈത്താങ്ങുമായി എത്തുമ്പോഴേക്കും പ്രവാസി അഴിക്കുള്ളിലായിരിക്കും. ഇന്ത്യയിലേതുപോലെയല്ലല്ലോ ഗൾഫിലെ നീതിന്യായ വ്യവസ്ഥ. അറസ്റ്റും വിചാരണയും വിധിയുമൊക്കെ വേഗം നടക്കും. പൊതുമാപ്പിന്റെ ആനുകൂല്യം കൂടുതൽ പേർക്കും ലഭ്യമാകാതെ പോകുന്നതും ഇതുകൊണ്ടാണ്. വിസ കാലാവധി കഴിഞ്ഞ് അധികൃതമായി മണലാരണ്യത്തിൽ കുടുങ്ങിപ്പോയവർക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോകാനാണ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. അപ്പോഴാണ് വാടക കുടിശ്ശിക പോലെ ഭീമാകാരമായ ബാധ്യതകൾ തങ്ങൾക്കുണ്ടെന്ന് ഗൾഫ് മലയാളികൾ തിരിച്ചറിഞ്ഞത്. വിസ കാലാവധി തീർന്നവരും ജോലിയില്ലാത്തവരുമായ പ്രവാസികൾക്ക് കുടിശ്ശിക അടയ്ക്കാൻ മാർഗമില്ല. മാപ്പ് കിട്ടിയെങ്കിലും അത് പ്രയോജനപ്പെടുത്താനാവാത്ത അവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. കുടിശ്ശിക തീർത്ത് യാത്രാവിലക്ക് നീക്കിയാലേ ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങാനാകൂ. എന്നാൽ ഇപ്പോഴത്തെ വാർത്ത അതിനേറെ ആശ്വാസം പകരുന്നതാണ്. UAE-യിൽ വാടക കുടിശ്ശിക ഉൾപ്പെടെ ചെക്ക് കേസിൽപ്പെട്ട് നിയമലംഘകരായി കഴിയുന്നവർക്ക് പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ അവസരമുണ്ടെന്ന് നിയമവിദഗ്ധർ. ആദ്യം കേസ് നിലവിലുള്ള പ്രദേശത്തെ എക്സിക്യൂഷൻ കോടതിയിൽ ഇളവ് തേടി അപേക്ഷ നൽകണം. കേസിന്റെ ഗൗരവം അനുസരിച്ച് യാത്ര, ഇമിഗ്രേഷൻ വിലക്ക്, ബാങ്ക് അക്കൗണ്ട്, സ്വത്ത് മരവിപ്പിക്കൽ തുടങ്ങിയ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടാകും. ചില പ്രത്യേക കേസുകളിൽ അറസ്റ്റ് വാറന്റും ഉണ്ടായേക്കാം. ഇതിൽ യാത്രാവിലക്ക് ഒഴികെയുള്ളവ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. തിരിച്ചടയ്ക്കാനുള്ള മൊത്തം തുക തവണകളായി നൽകുന്നതിന് അപേക്ഷ നൽകാം. അപേക്ഷ അംഗീകരിച്ചാൽ കോടതി നിശ്ചയിക്കുന്ന തുകയുടെ ആദ്യ ഗഡു ഉടൻ കെട്ടിവെച്ച് എമിഗ്രേഷൻ വിലക്ക്, വാഹനം, ബാങ്ക് അക്കൗണ്ട്, സ്വത്തുവകകൾ മരവിച്ചുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കലിനായി അപേക്ഷ നൽകാം. ഇതും അംഗീകരിച്ചാൽ പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്തി വിസ പുതുക്കാനും മറ്റു ജോലിയിലേക്ക് മാറാനും അവസരം ലഭിക്കും. താമസം നിയമവിധേയമായാൽ UAE-യിലുള്ള മറ്റേതെങ്കിലും ഒരാളുടെ പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെച്ച് താൽക്കാലികമായി നാട്ടിലേക്ക് പോകാനും സാധിക്കും. കോടതി തീരുമാനം പ്രകാരം കൃത്യമായി കുടിശ്ശിക അടച്ചു തീർത്തില്ലെങ്കിൽ യാത്ര ഉൾപ്പെടെ എല്ലാ ശിക്ഷകളും പുനഃസ്ഥാപിക്കുമെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. UAE സർക്കാർ നടത്തുന്ന 4ാമത്തെ പൊതുമാപ്പ് പദ്ധതിയാണിത്. 6 വർഷം മുൻപായിരുന്നു അവസാനത്തേത്, അതായത് 2018-ൽ. പ്രധാന വിസ നിയമലംഘനങ്ങൾ ഇവയാണ്: ഓവർ സ്റ്റേയിങ്, നിയമവിരുദ്ധമായ തൊഴിൽ, റെസിഡൻസി പെർമിറ്റ് പുതുക്കാതിരിക്കൽ എന്നിവ. ഓവർ സ്റ്റേയിങ് എന്നാൽ വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് അനധികൃതമായി തങ്ങുന്നതാണ്. ഇത്തരം നടപടികൾ കനത്ത പിഴയിലേക്കും നാടുകടത്തലിലേക്കും നയിച്ചേക്കും. വിസകൾ അനുവദിച്ചിരിക്കുന്ന സമയത്തിനകം പുതുക്കുകയും നിയമങ്ങൾ പാലിക്കുകയും വേണം. നിയമവിരുദ്ധമായ തൊഴിലെന്ന് പറയുന്നത് സാധുവായ വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്ന ഗുരുതരമായ നിയമലംഘനമാണ്. ഇത് തൊഴിലുടമയെയും ജീവനക്കാരനെയും പ്രതിസന്ധിയിലാക്കും. വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നവരെ UAE നിയമപ്രകാരം നാടുകടത്തും. കൂടാതെ തൊഴിലുടമയ്ക്ക് മേൽ കനത്ത പിഴയും ചുമത്തും. ഇനി റെസിഡൻസി പെർമിറ്റ് പുതുക്കാതിരിക്കലിനെ കുറിച്ച് പറഞ്ഞാൽ, റെസിഡൻസി പെർമിറ്റുകൾ കാലാവധി തീരുന്നതിന് മുമ്പ് പുതുക്കേണ്ടത് താമസക്കാരുടെ ഉത്തരവാദിത്തമാണ്. ഇതിൽ കാലതാമസം ഉണ്ടായാൽ നാടുകടത്തലിലേക്ക് നയിച്ചേക്കാം. നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു കാരണമല്ല എന്നതാണ് നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം. വിദേശത്ത് പോകുന്നവർ നിർബന്ധമായും അവിടുത്തെ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. അതിനുള്ള വിദ്യാഭ്യാസമോ സൗകര്യങ്ങളോ ഇല്ലാത്തവർ ഇത്തരത്തിൽ സഹായം നൽകുന്ന ഏജൻസികളെ സമീപിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓർക്കുക, മറ്റൊരു രാജ്യമാണ്. അവിടെ നമ്മുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു പോയേക്കാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.